അത് ഞാനത് കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ ഒരു പെൺ പറയണ്ട. ഓന്നല്ല ഓളുമല്ല ഈ നായി, അങ്ങനെ പറയാല്ല, ഈ നായി. അത് എത്രയേ ഉള്ളൂ. കാരണം വിശ്വാസം ആവാൻ വേണ്ടിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോഴും എന്താ പറയാ, എടോ അക്സെപ്റ്റ് ചെയ്യണം എന്നൊരു ആൾക്കാരെ മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കലി കാണിക്കാത്ത ആൾക്കാരാണ്. അവർക്കാണ് ഭയങ്കര. ഹായ് ഗൈസ്. എനിക്ക് എന്താ അറിയില്ല, സ്റ്റാർട്ടിങ്ങിൽ ഈ ഹായ് ഗൈസ് പറഞ്ഞാലേ ഒരു പവർ കിട്ടുന്നുള്ളൂ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ് വേണം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ തുടങ്ങാൻ. ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നത് ഇന്ന് നൈറ്റ് ഹെലനോഫ് സ്പാട്ട ആളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടൊരു വീഡിയോയിൽ നിന്നാണ്. ഈ വീഡിയോ കണ്ട് ആൾ റിയാക്ട് ചെയ്ത് കണ്ട സമയത്ത് ഞാൻ ലിറ്ററലി ഇങ്ങനെ ആയിപ്പോയി. കാരണം അതിൽ ഓൾറെഡി പൊതുവേ ഹെലൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് റിയാക്ട് ചെയ്ത് പോകല. ആൾ ഒരിക്കലും പീസ് കട്ട് ചെയ്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് വളരെ റെയറായിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പണ്ടൊന്നും ഹെലൻ അത് ചെയ്യലില്ല. ഹെലൻ വളരെ ക്ലിയർ ആയിട്ട് പറയും, എനിക്ക് ഭയങ്കര മടിയാണ് പീസ് കട്ട് ചെയ്ത് വെച്ച് ചെയ്യാൻ. പക്ഷേ ഇവിടെ പീസൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഓരോ കാര്യത്തിനും വേർഡ് ബൈ റിയാക്ട് ചെയ്ത സമയത്താണ് ഞാൻ മെല്ലെ ഓടിപ്പോയിട്ട് ജാസിയുടെ ചാനലിൽ കയറിയിട്ട് ഈ വീഡിയോ ഉണ്ട്. രണ്ട് സാധനവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സംസാരിക്കണം. ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റെസ്റ്റിൻ്റെ ടൈമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 വീഡിയോ ഒക്കെ കുറച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നതും അതും ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. പക്ഷേ ഈ ഒരു സാധനം സംസാരിച്ചില്ല, ഞാൻ എന്തോ സംസാരിക്കുക എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ എന്ന രീതിയിൽ പറയാം, ഹെലനോഫ് സ്പാട്ടേൻ്റെ വീഡിയോ അതുപോലെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത്. ആൾ വളരെ ദേഷ്യം പെട്ടുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില വാക്കുകൾ ആൾ ആ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിയേർഡായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ സെക്കൻഡ് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ജാസിൻ്റെ വീഡിയോ ഉണ്ട്. 2 വീഡിയോയും ഒരുമിച്ച് വെച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജാസിയുടെ കുറച്ച് ഭാഗങ്ങൾ, അതിനുശേഷം ഹെലൻ്റെ ഭാഗങ്ങൾ. സോ ഫസ്റ്റ് നമുക്ക് ജാസിയുടെ ഭാഗങ്ങളിലോട്ട് പോവാം. മാത്രമാണ് അത് അറിയുള്ളൂ. പിന്നെ കുറെ ആൾക്കാർ റിനെ മെഡിസിറ്റിയിലേക്ക് വിളിക്കുന്നത് അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആണോ, അത് ഫേക്ക് അല്ല അത് ഒറിജിനൽ ആണോ എന്നൊക്കെ പറയുന്നത്. ഞാൻ ആക്ച്വലി എനിക്കിപ്പോൾ അടുത്തും കൂടെ എനിക്ക് ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഞാൻ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ്. ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഇവിടെ ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെനിക്ക് അറിയില്ല, അതിനിപ്പോ അവർ വിളിച്ചു തന്നെ ആയിരിക്കാം, കോളിക്കാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ആൾക്കാരെ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നങ്ങ് തുടങ്ങാം. ഇതിൽ ആദ്യം പണ്ട് വീഡിയോ ചെയ്ത സമയത്ത് ജാസി പറഞ്ഞത് ആ പെർട്ടിക്കുലർ ബൈജു എന്ന് പറയുന്ന വ്യക്തി ആരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, റെനെ മെഡിസിനിൽ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് ആദ്യം വീഡിയോയിൽ വന്ന് പറഞ്ഞത്. അതിനുശേഷം ബൈജുവേട്ടൻ വന്നിട്ട് ആൾ കോൾ ചെയ്ത ആ ഒരു ഫുൾ പ്രൂഫ് ഇട്ടപ്പം ഇപ്പം പറയാണ് കോളിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ചിലപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് ഇപ്പോൾ പറയുന്ന ഒരു സാധനം, ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞോ ജാസീൻ്റെ അടുത്ത് ജാസി ചെയ്ത സർജറീനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്? ഈ കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ജാസി എന്തിനാണിത് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാ വീഡിയോൻ്റെ തുടക്കത്തിലും എല്ലാ ലൈവിലും ജാസി ഈ ഒരു സാധനമാണ് പറയുന്നത്. ഞങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, റെനെ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ബോട്ടം സർജറി ഇല്ല മാത്രമാണ് പറഞ്ഞത്. അല്ലാണ്ട് നമ്മളിവിടെ ജാസി പോയി ചെയ്ത സർജറീൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആരെയും ഇവിടെ പറഞ്ഞോ? പിന്നെ എന്തിനത് പറയുന്നത്? എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. എല്ലാ വീഡിയോയിലും ഈ മണ്ടത്തരം കാണുന്നുണ്ട്. എന്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുന്ത ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനിപ്പോ ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ, എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറി ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വറി ആവാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ജാസി എന്ന് പറയുന്ന വ്യക്തി ഫേക്കായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മാനിപ്പുലേറ്റീവ് ആവുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വറി ആവുന്നത്. എത്രയോ ട്രാൻസ്ജെൻഡർമാർ സർജറി ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും സർജറി നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ സംസാരിക്കുന്നില്ല. ജാസി എന്ന് പറയുന്ന വ്യക്തി ആദ്യം വന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു, പിന്നെ ഞാൻ സർജറി ചെയ്തെന്ന് പറയുന്നു. ആ സർജറിനെയും നൈസായ രീതിയിൽ ഇങ്ങനെ വളച്ച് മൂക്ക് ഡയറക്റ്റ് വന്ന് പറഞ്ഞില്ലെങ്കിലും വളച്ച് മൂക്കും കെട്ടി ഞാൻ ഇന്ന സർജറിയാണ് ചെയ്തതെന്ന് കൺവേ ചെയ്യുന്നു.
ഏതൊരു വ്യക്തി ഒരു കുഞ്ഞു സർജറി ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബോഡിയിലുണ്ടാവും. ഞാൻ ചെയ്തതിൽ ഏറ്റവും കുഞ്ഞു സർജറിയാണ് എൻ്റെ പല്ലിൻ്റെ. എനിക്കൊരു പല്ല് ഉള്ളോട്ട് ഇറങ്ങിപ്പോയിട്ട് അത് കീറിയിട്ട് പല്ല് പിഴുത് കളഞ്ഞ് 2 ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഫുൾ ടൈം വായെന്ന് ഈ കാര്യങ്ങൾ വന്നുകൊണ്ട് നിന്നിട്ട്. പക്ഷെ ജാസി എന്ന് പറയുന്നത് സർജറിക്ക് കയറി ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ബ്ലോഗിൽ വന്ന് സംസാരിക്കുന്നു. അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് എന്ത് സർജറിയാണ് ചെയ്തതെന്നുള്ള മനസ്സിലാവില്ല. പല്ലിൻ്റെ സർജറി ചെയ്ത ആൾ തന്നെ സർജറി ചെയ്ത് കുറേ നേരം വായ പൊത്തിയിട്ടാണ്. അപ്പം അങ്ങനെ കുറേ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുമ്പോഴാണ് നമ്മളിതൊക്കെ എടുത്ത് സംസാരിക്കുന്നത്. അല്ലാണ്ട് ജാസിൻ്റെ വീട്ടിലുള്ള ആൾക്കാരല്ല ഞങ്ങൾ. ജാസി സർജറി ചെയ്തോ റെനെ മെഡിസിറ്റിയിൽ പോയോ എന്നൊക്കെ അറിയാം. ജാസിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഞാൻ സർജറി ചെയ്തു, ഞാൻ റെനയിലാണ് പോയത്, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ആക്കണം എന്ന് പറഞ്ഞ് ജാസി മീഡിയക്കാർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അതെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇതൊരു വിഷയമാവുക എന്ന് എനിക്ക് മനസ്സിലാവട്ടെ. ഇങ്ങനെ കുറേ ടീമുണ്ട്. എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ ഒരു കമൻറ്റ് കണ്ടു, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തോന്നുന്ന മുഴുവൻ എടുത്ത് കാണിക്കാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ നമ്മൾ ലോകം കണ്ട കുറ്റവാളി. ഇതെന്തു കാര്യമാണ്? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തു. അതെങ്ങനെയാണ് ചർച്ച ചെയ്യാണ്ടിരിക്കുക? ഒരു ട്രാൻസ് വുമൺ എങ്ങനെയാണ് അമ്മയാവുക? അമ്മയാവണമെങ്കിൽ യൂട്രസ് വേണം, ഫിലോപ്പിയൻ ട്യൂബ് വേണം, ഓവ വേണം. ഈ 3 സാധനം ഉണ്ടെങ്കിലേ അമ്മയാവാൻ പറ്റൂ. ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ പുരുഷ ശരീരവും സ്ത്രീ ആയിട്ട് അവരവരുടെ ജെൻഡറിനെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ളത് പുരുഷൻ്റെ അവയവമാണ്, പെനിസ്. ഇത് വെച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഫേക്ക് കാര്യം പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കയറി സംസാരിക്കും. ഓക്കെ, അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഒന്ന് അത്. രണ്ടാമത് ഞാൻ സർജറി ചെയ്തു, അതും നാടകമാണ്. ഞാൻ സർജറി ചെയ്തില്ല, ഞാൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ടോ, അതില്ലാന്ന് പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്താ അത് എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ടീമും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ടീമും ഉണ്ട്. ഇപ്പം 2 ടീം ഓഫ് ആൾക്കാരെയും നമ്മൾ ഒരുപോലെ റെസ്പെക്ട് ചെയ്യണം. അപ്പോഴാണ് കാര്യം നടക്കുക. പറയാ, പ്രേക്ഷകരെ നോക്കൂ, അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം പ്രൊമോഷൻ അല്ലേ, ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു, എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് അതാണ്, അതെ, എനിക്ക് അതാണ്. നിങ്ങൾക്കും ഒരു ഗുണം, എനിക്കും ഒരു ഗുണം അല്ലേ. നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് ഉണ്ടാവുന്നത്, നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടും റീച്ച് ആവുന്നത്, എനിക്കും അതുകൊണ്ട് ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടും. എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, മറ്റൊരാളുടെ കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ടന്റ് വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നില്ലേ എന്ന് കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അല്ല, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബിൽ എല്ലാവരും അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു 90% ഓഫ് ആൾക്കാരും യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പൈസ കിട്ടുമെന്ന് അറിഞ്ഞ് തന്നെയാണ് എല്ലാവരും യൂട്യൂബിൽ നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്നവരുണ്ട്, ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്, ആർട്ട് ചെയ്യുന്നവരുണ്ട്, ലൈഫ് വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ റിയാക്ഷൻ വീഡിയോയും യൂട്യൂബിൻ്റെ ഒരു സാധനമാണ്. യൂട്യൂബ് ഗൈഡ് ലൈൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്യുന്നില്ല. യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഞാൻ വ്ളോഗ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്ന 7000 സബ്സ്ക്രൈബർ ആണെങ്കിൽ, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ ചാനലിലുള്ളത് 50K സബ്സ്ക്രൈബർ അബവ് ആണ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കാണാൻ ആൾക്കാരുണ്ട്. യൂട്യൂബ് ഗൈഡ് ലൈൻ അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് വീഡിയോ ഇടും. യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ആൾക്കാരൊക്കെ വീഡിയോ ഇടുന്നത് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കഞ്ഞിയും കറിയും ഉണ്ടാക്കാനാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടൻറ്റാണ്. ജാസീൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇടുകയാണ് ജാസിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ജാസീൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജാസീൻ്റെ സർജറി, ജാസീൻ്റെ ഭക്ഷണം, ജാസീൻ്റെ ഭർത്താവ്, ജാസീൻ്റെ കടന്നുറങ്ങുന്ന എപ്പിസോഡ്, ഇതെല്ലാ സാധനങ്ങളും ജാസി കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ജാസീൻ്റെ ജീവിതം വിൽക്കുകയാണ്. അതാണ് ജാസി ചെയ്യുന്നത്. ജാസി അല്ല ഇതുപോലത്തെ ബ്ലോഗേഴ്സ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അതിലെ ചില കാര്യങ്ങൾ എടുത്ത് ഞങ്ങൾ പറയുന്നത്. രണ്ടും തുല്യരാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആഹാ, ഞങ്ങൾ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വളരെ നല്ല കാര്യം. കാരണം 1 million ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടല്ല എനിക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം. നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ജാസി അല്ലെങ്കിൽ മറ്റതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ട്രോളുമ്പോൾ തോന്നല് വന്നുകൊണ്ട്
പറയാണ്. അപ്പൊ ട്രോളാൻ മറക്കരുത്. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് അവിടെ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ട്രോളിക്കൊണ്ടേയിരിക്കണം, ജാസ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കണം. അതെനിക്ക് സന്തോഷമാണ്. അതിനിപ്പോ നെഗറ്റീവോ പോസിറ്റീവോ. ഇതേപോലെ ഈ വേറൊരു കാര്യം, ഈ 1 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഹെലൻ ഓഫ് സ്പാർട്ടയാണ്. അതുകൊണ്ട് തന്നെ ഹെലൻ ഓഫ് സ്പാർട്ട ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിനു മുമ്പ് ട്രോളിക്കോ, ഓക്കെ ഞങ്ങൾ ട്രോളും, ഇത്രയേ ഉള്ളൂ വിഷയം. ജാസി തന്നെ ജാസിൻ്റെ പേജിൽ വന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ ട്രോൾ ചെയ്തോളൂ, കാരണം നിങ്ങൾ ട്രോൾ ചെയ്യുന്നതിൽ കൂടെ എനിക്ക് റീച്ച് കിട്ടുന്നുണ്ട്. സോ ജാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റോളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വെറുതെ ഇവിടെ വന്ന് കമൻറ്റ് ഇടണ്ട. കാരണം നിങ്ങളുടെ ജാസി തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ജാസി ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നെഗറ്റീവ് കോണ്ടൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ കംപ്ലീറ്റ് കണ്ട സമയത്ത് ആൾ പറഞ്ഞതിലുപരി ആൾ അതിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യം കേട്ട സമയത്ത് ലിറ്ററലി ഐ വാസ് ഷോക്ക്ഡ്. അവിടെ എനിക്ക് കൺഫ്യൂസ്ഡ് ആയി, ജാസി റിയൽ ഒരു പെണ്ണാണോ എന്നുള്ളത്. സീരിയസ്ലി റിയൽ ഒരു ട്രാൻസ് വുമൺ ആണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിന് മുമ്പ് ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ കേട്ടിട്ട് വേഗം ആ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടോ, ഈ സർജറി എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല ഇത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഹോർമോൺസ് എടുത്ത് ഡോക്ടർ നമ്മുടെ ബോഡി എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ ശരീരം എല്ലാം അതിന് പാകമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സർജറിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ട്രാൻസ് ആയി മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് സർജറി, ഇതിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഡോക്ടറെ പോയി കാണുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്നൊക്കെ ചില കാര്യം പറഞ്ഞു, എന്നാലും ഞങ്ങൾ വിശ്വസിക്കേണ്ട. എനിക്ക് വലിയ ഒരു നിർബന്ധമില്ല വിശ്വസിക്കുന്നില്ല. എനിക്ക് ഈ ട്രാൻസ്ജെൻഡർ, എനിക്ക് ഇതിൽ കൂടെ പറയാനുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഒരു 95% ഓഫ് ആൾക്കാരും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു 95% ഓഫ് ആൾക്കാരും അവരവരുടെ ട്രാൻസ് മെന്നായിട്ടും ട്രാൻസ് വുമൺ ആയിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഇതിൽ ചിലപ്പോൾ ഒരു ചുരുക്കം % ഓഫ് ആൾക്കാർ എവിടെയോ എന്തോ തോന്നിയതിൻ്റെ ഭാഗമായി മാറുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടോം ബോയ്സ് എന്നൊക്കെ പറയും. സ്ത്രീകളിൽ തന്നെ കുറച്ചൊരു മസ്കുലിൻ ക്യാരക്ടർ കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നൊരു പേരാണ് ഈ ടോം ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ഫസ്റ്റ് തൊട്ടിട്ടേ ചില ആൾക്കാർ കളിയാക്കി നീ ഒരാണാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പം ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ ഈ ജാസി ഇപ്പോൾ കൊടുത്ത പോലെ മണ്ടത്തരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അതിലോട്ട് മാറും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സർജറി ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഫേക്കായിട്ട് ഇങ്ങനത്തെ കാര്യത്തിൽ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, അവർ ട്രാൻസ് വുമൺ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്മെൻ ആവണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ താനേ ഇത് പോയി കണ്ടുപിടിച്ച് ചെയ്തോളും. അല്ലെങ്കിൽ ഇപ്പോൾ ജാസി പറഞ്ഞു എനിക്ക് പേഴ്സണൽ DMs വരുന്നുണ്ടെങ്കിൽ പേഴ്സണലി അത് പറയാം. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് അവയർനെസ് ക്ലാസ് എടുക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കുറേ ആൾക്കാർ ഇതിനെ ഫേക്കായി കാണും. കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾ കുറേ കേസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. അറിയാം, പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ, ആൺകുട്ടികളല്ല പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൻ്റെ തെറ്റിയിട്ട് ഡൽഹിയിലും ചെന്നൈയിലും അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ് വുമൺ ആവാൻ പോകണം അല്ലെങ്കിൽ ട്രാൻസ്മെൻ ആവാനാന്ന് പറഞ്ഞ് ഇന്നത്തെ മെച്ചുവേർഡ് അല്ലാത്ത പ്രായത്തിലുള്ള കുട്ടികൾ ഇതിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ വിഷയത്തെക്കുറിച്ചിട്ടൊന്ന് മാക്സിമം സംസാരിക്കാണ്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി അടുത്തത് പറഞ്ഞത് പ്രൂഫിൻ്റെ കാര്യമാണ്. അത് ആരാ ചോദിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വിഷയം സോൾവ് ചെയ്യാൻ സിമ്പിൾ തിങ്ങേ ഉള്ളൂ. ഞാൻ കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടായ സമയത്ത് ഇതാ ഞാൻ ചെയ്ത സർജറി ഇതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയം തീർന്നു. അതിനെപ്പറ്റി ഒരു ഡിസ്കഷനോ റൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ആരും അതെടുത്ത് സംസാരിക്കാൻ ആക്കാനോ പോകുന്നില്ല. ഇവിടെ ഹെലൻ ഓഫ് സ്പാർട്ട തന്നെ ഈ ഒരു ടോപ്പിക് അവസാനിപ്പിച്ച് പോയ ആളാണ്. ആ ആളാണ് വീണ്ടും ഇതിലോട്ട് ചാടിക്കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ വിഷയം തീർക്കാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റഡ് വീണ്ടും ഇതാക്കുന്നുണ്ട്. പിന്നെ പ്രൂഫ് കാണിക്കുക ഇസ് ഓൾ അബൌട്ട് യുവർ പേഴ്സണൽ കൺസേൺ ആണ്. നിങ്ങൾക്ക് കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. ഞാൻ പ്രൂഫ് കാണിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ആം പ്രൗഡാ. അതേപോലെ എന്റെ പാർട്ട്ണറിന് ഓക്കെയാണ്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് കുളിപ്പിക്കാന്ന്. മരിച്ചു കഴിഞ്ഞാൽ ആര് കുളിപ്പിച്ചാൽ എന്ത്, ആര് കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത്.
അങ്ങ് മരിച്ചു പോവാം, അത്രേ ഉള്ളൂ. പിന്നെ കുറെ കേൾക്കുന്നത് ജാസി ഇനി പെണ്ണുങ്ങളെ ബാത്റൂമിലാണ് കയറി. എന്തൊക്കെ ചോദ്യങ്ങളാണ്, ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസി. ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു വ്യക്തിയല്ല, പുറത്ത് പോയ ടോയ്ലറ്റിലാണ് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാന്നുണ്ടെങ്കിൽ വല്ല പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിൽ ഏത് ടോയ്ലറ്റ് കയറിയാലും കുഴപ്പമില്ല, നമ്മൾ ഒരാളല്ലേ ഉള്ളൂ അതിനുള്ളിൽ. അപ്പൊ അങ്ങനെ കുറെ ഡൗട്ടുകൾ ആൾക്കാർക്ക്. പിന്നെ എനിക്കറിയില്ല, ഞാൻ പമ്പ് ടോയ്ലറ്റ് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ യൂസ് ചെയ്ത സമയത്തും പമ്പ് ടോയ്ലറ്റിലും ലേഡീസ് മെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജാസി പറഞ്ഞിട്ടുള്ളൊരു സാധനം കണ്ടോ? ജാസി പറഞ്ഞു ഒരു സാധനം കൊണ്ടുപോയി ഫോണിൻ്റെ കവറ. ജാസി ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു, അത് ഒരു കൺസേൺ ആണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അല്ല ഒരു പുരുഷനും അല്ലാണ്ട് ഒരു കംപ്ലീറ്റ് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അവർ ഏത് ടോയ്ലറ്റിൽ പോവും എന്നുള്ളത്, മെന്നിൻ്റെയിൽ പോവോ അല്ലെങ്കിൽ ഇതിൽ പോവോ. ഇത് ജാസി മാത്രമല്ല, ഒരുവിധം ട്രാൻസ് ബേസ്ഡ് ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കൊക്കെ വരുന്നൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇവിടെ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ചോദ്യത്തിന് ഇപ്പോൾ ഇവിടെ മറുപടി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഈ ചോദിക്കുന്ന ആൾക്കാരെ കുറ്റം പറയേണ്ട ആവശ്യം എന്താ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതെൻ്റെ പേഴ്സണൽ ചോദ്യമാണ്, മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് സ്റ്റാൻഡ്. ചോദ്യത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചെയ്തവനെ കുറ്റം പറഞ്ഞെന്താ കാര്യം? അതാണ് ഈ ജാസിയുടെ കേസിൽ നടക്കുന്നത്. ജാസിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം ജാസി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും. എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കും. ഈ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ബേസ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ കുറ്റം പറയുക. ജാസി സർജറി ചെയ്തോ അതോ ജാസി സർജറി ചെയ്തില്ലേ? ജാസി എന്ത് സർജറിയാണ് ചെയ്തത്? ജാസി ചെയ്ത സർജറി എന്ത്? ഇതാണ് ജാസി ചെയ്ത സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോലാഹലമാണ്. ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒരു രക്ഷയില്ല. അതും കുറെ ആൾക്കാരെ അത് വെച്ചിട്ട് റീച്ച് ആക്കുന്ന, അത് വെച്ചിട്ട് പിന്നെ എനിക്ക് സന്തോഷം എന്നറിയാം, അവര് അത് വെച്ച് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് കുറച്ച് അരി വാങ്ങല്ലേ, എന്തുകൊണ്ട് നല്ല കാര്യം എന്നെ കൂടെ അവർ ചെയ്യുന്നതല്ലേ. അപ്പൊ എനിക്ക് അതിന്റെ ഒരു പുണ്യം കിട്ടിക്കോട്ടെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കുക, ജാസി ജാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ ഒരാൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ചൊരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ, കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയേ ഉള്ളൂ. കാരണം സോ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഒരു വീഡിയോയുടെ തുടക്കം. അതുകൊണ്ട് ഇത്ര ഭാഗ്യം ജാസി വീഡിയോ റിലേറ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കാണേണ്ട ചാനലിൽ പോകാം. പിന്നെ ഒരു ക്ലീശ കാര്യം പറയട്ടെ, എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് ഞാൻ അരി വാങ്ങലില്ല. കാരണം എൻ്റെ വീട്ടിലോട്ട് അരി വാങ്ങുന്നത് അച്ഛനാണ്. ഞാൻ ചിലപ്പോൾ വല്ല ഓറഞ്ച്, മുന്തിരി, ഗ്രേപ്സ്, മന്തി, ബിരിയാണി ഒക്കെ ആയിരിക്കും വാങ്ങുക. അപ്പം അരി തിന്നട്ടെ എന്ന് പറയുന്ന ആ ക്ലീശ കമൻ്റ് ഒന്ന് മാറ്റിപ്പിടിച്ച് മന്തി തിന്നട്ടെ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. ഇവിടെ നിന്നാണ് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുടെ വീഡിയോയുടെ ആരംഭം. ഇതിൽ ജാസി പറഞ്ഞൊരു സാധനമുണ്ട്. 1 മില്യൺ അടിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ വിളിച്ച് കാണിച്ച് കൊടുത്തു. അത് കണ്ടിട്ടും ആൾ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞു. ആദ്യം തന്നെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വീഡിയോ ഞാൻ കണ്ടതാണ്. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വീഡിയോയിൽ ആൾ നല്ല രീതിയിൽ പറഞ്ഞത് ജാസി എന്ന് പറയുന്ന വ്യക്തി ബോട്ടം സർജറി അല്ല ചെയ്തത്, ടോപ്പ് സർജറിയാണ് ചെയ്തത് എന്ന രീതിയിലാണ് ഹെലൻ ഓഫ് സ്പാർട്ട പറഞ്ഞത്. ഇവിടെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ത് കള്ളത്തരാണ് ചെയ്തത്? നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ റിയാക്ഷൻ വീഡിയോക്ക് എഗെയിൻസ്റ്റ് നിങ്ങളോട് പറയുന്നത്, ആദ്യം നിങ്ങൾ വീഡിയോ ഇരുന്ന് ഫുള്ളിരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് സംസാരിക്കുക. ഇത് കാണാണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജാസി എന്ന് പറയുന്നൊരു വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് ഹെലൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജാസി ഒരിക്കലും ഇവിടെ അത് സംസാരിക്കില്ല. പകരം നിങ്ങളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ തുറന്ന് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കും. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ കേൾക്കുന്നത് എന്താ ഒന്നും നോക്കൂല. ഞങ്ങളുടെ ടൈറ്റിലും തമ്മിലും മാത്രം നോക്കിയിട്ടാണ് പലരും പറയുന്നത്. ഇവിടെ അവിടെയാണ് പ്രശ്നമായിട്ടുള്ളത്. ഹെലൻ വളരെ വൃത്തിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ടോപ്പിക് അവസാനിപ്പിച്ചു പോയ ആളാണ് ഹെലൻ. ആ ഹെലൻ ചെയ്തത് തെറ്റാണ്, ഹെലൻ വേണ്ടാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്, ഹെലന് കാണിച്ചു കൊടുത്തിട്ട് പോലും വിശ്വാസമല്ല എന്നൊരു സാധനമുണ്ട്.
ഇവിടെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹെലൻ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കാണിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ആളുടെ ടോപ്പ് ഭാഗം ആൾ ഹെലൻ്റെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഹെലൻ അത് പറയുന്നുണ്ട്. ടോപ്പ് എന്ന് വെച്ചാൽ ആൾക്ക് അവിടെ ഓൾറെഡി ട്രാൻസ് മെൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ മെൻ ആയതുകൊണ്ട് തന്നെ ട്രാൻസ് വുമൺ ആകുമ്പോൾ ഓഫ്കോഴ്സ് അവിടെ ബ്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, സിലിക്കോൺ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രസ്റ്റ് ഉണ്ടാക്കും. അത് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഹെലൻ്റെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ലിറ്ററലി ഹെലൻ്റെ വീഡിയോയിൽ നിന്നാണ് ഞാൻ ജാസീൻ്റെ വീഡിയോയിലോട്ട് പോകുന്നത്. ഹെലൻ്റെ വീഡിയോ കണ്ട സമയത്ത് 100% പറയാം ഞാൻ വിശ്വസിച്ചു. കാരണം ഹെലൻ പറയുന്നത് കേട്ടപ്പോൾ എന്നാലും ഞാൻ ഷോക്ക്ഡായിരുന്നു. ഇപ്പോൾ ജാസീൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് സത്യം പറയാം, ജാസീൻ്റെ ഈ വീഡിയോയിൽ ഈ ഒരു പീസ് കണ്ട സമയത്ത് ജാസി ക്ലിയർ ആയിട്ട് പറയുകയാണ്, ജാസി ഒരു പെണ്ണിനെ വിളിച്ചത് കാണും. ഇതാണ് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ പൊട്ടത്തരം, മണ്ടത്തരം, വിവരമില്ലായ്മ, ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് മാത്രമാണ്. കാരണം ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? സ്വന്തം കാണിച്ചു കൊടുക്കുക ഒരു പെണ്ണിന് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തായാലും ഇനി അടുത്ത ഹെലനോസ് പാട്ടേന്റെ വീഡിയോയിലോട്ട് പോകാം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺ പറയണ്ട. ഓനല്ല ഓളുമല്ല, ഈ നായി അങ്ങനെ പറയാല്ല, ഈ നായി അങ്ങനെ മതി. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ജാസി ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ പരമാറി ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഓണാക്കും മോളെ. ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നികൃഷ്ടജീവി. ഇവരത് ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ എന്നിട്ടോള് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഇതിൽ കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് ഞാൻ വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു റീസണും ഉണ്ടായിട്ടല്ല. എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഈ കൈൻഡ് ഓഫ് വേർഡ്സ് പ്രൊമോട്ട് ചെയ്യേണ്ട കരുതിയിട്ടാണ്. കാരണം ഹെലനോസ് പാട്ട ആള് ഭയങ്കര ദേഷ്യത്തിൽ ഇമോഷണലി ബ്ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറേ ബാഡ് വേർഡ്സ് ആൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറേ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. കേൾക്കാൻ പറ്റുന്ന ഇട്ടിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട്, അതെൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരു സാധനങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഒരു സ്ത്രീക്ക് തൻ്റെ പാർട്ട്ണർ അല്ലാത്ത, തൻ്റെ അമ്മയല്ലാത്ത വേറൊരു വ്യക്തിക്ക് തൻ്റെ ഈ ഒരു പേഴ്സണൽ ഭാഗം കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഞാൻ ഒരു സ്ത്രീയാണ്. എനിക്ക് മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരാൾ എൻ്റെ അമ്മ. ഇതല്ലാണ്ട് എൻ്റെ അച്ഛനോ എൻ്റെ ആങ്ങളയ്ക്ക് പോലും എനിക്ക് കാണിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ല. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകളായില്ല പെൺകുട്ടികളായില്ല നിങ്ങൾ പറയാം. അപ്പോഴാണ് ഒരു സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ലൈവായിട്ട് അവർക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതെന്ത് മെൻറ്റാലിറ്റിയാണ്? ഇതെൻ്റെ ആറ്റിറ്റ്യൂഡാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു സ്ത്രീയാണോ? ആദ്യം തന്നെ ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് റീച്ച് കിട്ടിയവരുണ്ട്, റീച്ച് കിട്ടാത്തവരുണ്ട്. എനിക്ക് വലിയ റീച്ചൊന്നുമില്ല. എനിക്ക് 12K 13K 15Kൻ്റെ ഉള്ളിൽ റീച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമില്ലാതെ. പിന്നെ എന്തിനാണ്
ഞാനത് ആലോചിക്കുന്നത്, ഈ കൂടെ നിൽക്കുന്ന ഈ മണ്ടനായിട്ടുള്ള ഈ ആശയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ തോന്നിയില്ലേ? അത് ഞാനിവിടെ ആലോചിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ തോന്നി? അറിയാത്ത ഒരാളെ വിളിച്ച് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്തിട്ട് ഹെലനോട് വളരെ നീറ്റായിട്ട് സംസാരിക്കുക, കാര്യങ്ങളെല്ലാം ഹെലനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഹെലന് വേണ്ട റിപ്പോർട്ട് കാര്യങ്ങൾ ഹെലന് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഹെലനുമായിട്ട് ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഉണ്ടായ ഇറ്റ് വാസ് നൈസ്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിക്ക് വിടുക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പകരം ഇത് വീഡിയോ കോൾ എടുക്കുമോളെ എന്ന് പറഞ്ഞാൽ അവൾ ജസ്റ്റ് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്ത പാടിയിട്ട് അങ്ങ് തുറന്ന് കാണിച്ചത്. അവൾ കൂടെ എത്ര പുരുഷന്മാരുണ്ടാവും? അല്ലെങ്കിൽ ഇനി ഒരു സ്ത്രീ ഇപ്പം എന്നോട് പറഞ്ഞു സ്ത്രീക്ക് കാണിച്ചു കൊടുത്തു. ഒരു സ്ത്രീക്കാണെങ്കിൽ തന്നെ ഒരു സ്ത്രീക്ക് ഇഷ്ടമാണോ മറ്റൊരു സ്ത്രീയുടെ മാറിടം കാണാൻ? അല്ലെ അതൊരാൾ ആഗ്രഹിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? ആരും ആഗ്രഹിക്കുന്നൊന്നുമില്ല മറ്റൊരാളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. അത് ആഗ്രഹിക്കുക അമ്മാതിരി രീതിയിലുള്ള സൈക്കോ പുരുഷന്മാർ. അല്ലാണ്ട് വേറെ ഒരാളും ആഗ്രഹിക്കുന്ന ഒരു സാധനമല്ല. ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു. നിങ്ങളൊരു പെണ്ണാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു പോയിന്റിലാണ് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ഒരു ടേമിന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഐ വിൽ കോൾ ട്രാൻസ്ജെൻഡർ. ഐ വോണ്ട് കോൾ ഇറ്റ്സ് ട്രാൻസ് വുമൺ ഫ്രം ദിസ് പോയിന്റ് ഓൺവേർഡ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ആം എ വുമണിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെയൊന്നും നമുക്ക് വുമണിന് വിളിക്കാൻ പറ്റില്ല. എടോ ഒരു ബിക്കിനി ഷൂട്ട് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് പോലെയല്ല ഇത്. ഇപ്പോൾ പല ആൾക്കാരും പറയും ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഫോട്ടോഷൂട്ട്. ഇറ്റ്സ് എ ഷൂട്ട്. അവരുടെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെയല്ല നമുക്കറിയാത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ നേരെ തുറന്ന് കാണിക്കുന്നത്. ഡു യു തിങ്ക് ഇസ് ദിസ് റൈറ്റ്? ഇത് എന്ത് ദേഷ്യത്തിൻ്റെ പുറത്താണോ, വാശീൻ്റെ പുറത്താണോ, ഈഗോൻ്റെ പുറത്താണോ, എന്തിൻ്റെ പുറത്താണെങ്കിലും ഒരു പെണ്ണിനും ഇത് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ ഒരു പെണ്ണിനും ഈ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എ ഗേൾ. വെറുതെ എന്തോ ഒരു സാധനം കെട്ടിയിട്ട് നടക്കുന്ന ഒരാളാണെന്ന് ക്ലിയർ ആയിട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇത്രയും കാലം whenever I do video ഞാൻ ട്രാൻസ് വുമൺ ജാസി എന്നാണ് പറഞ്ഞത്. ഫ്രം ദിസ് മൊമെൻറ്റ് ഓൺവേർഡ്സ് ഐ കാൻ കോൾ ഹർ ആസ് എ ട്രാൻസ് വുമൺ. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് ഹെലൻ വീഡിയോ ചെയ്യുമ്പോൾ ആണല്ല പെണ്ണല്ല, ആണും പെണ്ണും കെട്ട, അങ്ങനെ പല രീതിയിൽ എന്തൊക്കെയൊക്കെയോ വേർഡ്സ് ഹെലൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു സാധനം കേട്ട സമയത്ത് ഐ എം ലിറ്ററലി സെയിങ് ഐ കാൻ കോൾ ഹർ ആസ് എ ട്രാൻസ് വുമൺ. ഒരു വുമണിന് ചേർന്ന പരിപാടിയല്ല ജാസി എന്ന് പറയുന്നൊരു വ്യക്തി ചെയ്ത്. ജാസി പണ്ട് തൊട്ടേ ആഷിയും ജാസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാസി ഭയങ്കര അറഗൻ്റാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഒരു ബ്ലഡി ചീപ്പ് സ്വഭാവമുള്ള ഒരാളാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ കരുതിയിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നൊരു സ്ത്രീയിലോട്ട് വന്നപ്പോൾ ആ ഒരു മസ്കുലിനിറ്റി ബോഡിയിൽ നിന്ന് പോകാത്തതിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇതൊരു കൈൻഡ് ഓഫ് വളരെ ചീപ്പായിട്ടുള്ള വളരെ വൃത്തികെട്ടൊരു സാധനമാണ് ഈ ഒരു സാധനം. ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ കാഡ് അക്സെപ്റ്റ് യു ആസ് എ വുമൺ. ഐ കാഡ് അക്സെപ്റ്റ്. ഇപ്പോൾ ചിലവർ പറയും നിൻ്റെ അക്സെപ്റ്റൻസ് വേണ്ട, എൻ്റെ അക്സെപ്റ്റൻസ് വേണ്ട. ബട്ട് ആസ് എ മാൻ, പബ്ലിക്കിലുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഐ കാൻ സീ ഹർ ആസ് എ വുമൺ ആൻഡ് ഐ ഡോണ്ട് ബിലീവ് എനി വുമൺ വുഡ്. എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഡു യു തിങ്ക് ഇസ് ദിസ് റൈറ്റ്? നിങ്ങൾ ഇങ്ങനൊരു അലിഗേഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വന്ന് നിങ്ങൾ ചെയ്യുമോ? ഇപ്പം ഞാനൊരു ട്രാൻസ് വുമണാണ്, എനിക്ക് അഗെയിൻസ്റ്റ് ആണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഹെലൻ ഹൗസ് പാർട്ടിയിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ആളോട് വളരെ ഡീസൻ്റ് ആയിട്ട് ഹെലന് മെസ്സേജ് ഹായ്, അപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്താൽ ഞാൻ പറയും എനിക്കൊന്ന് സംസാരിക്കണം, ഫ്രീ ആണെങ്കിൽ എന്നെ വിളിക്കുമോ, ഇതാണ് ഞാൻ ചോദിക്കുക. ഹെലൻ അപ്പോൾ പുറത്താണ് തിരക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓക്കെ എടാ ഫ്രീ ആകുമ്പോൾ പറയണം. ഫ്രീ ആകുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ഹെലനോട് പറയും ഹെലൻ ഞാൻ വിളിച്ചത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഇന്ന സർജറിയാണ് ചെയ്ത്, ഇതാണ് എൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. ഇത് പുറത്തൊന്നും ഇടരുത്, ആഗ്രഹിക്കില്ല, ജസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹെലനും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഐ ലീവ് ദിസ് ടോപ്പിക്. പക്ഷെ ഞാൻ വുമണാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്തത് ബ്രസ്റ്റ് സർജറി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഐ വോണ്ട് ഡു ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എനി വുമൺ ക്യാൻ ഡു ദിസ്. നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ ഒരു റൂമിൽ 3-4 ഇപ്പം ഞാനൊക്കെ PG നിന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കെട്ടിപ്പിടിച്ചാൽ കടന്നു തുടങ്ങുക. പക്ഷേ നമ്മളുടെ ഒരു പേഴ്സണൽ ടൈം, ഡ്രസ്സ് മാറ്റുന്ന ടൈമാകുമ്പോൾ ഓരോരുത്തരും ഓരോ റൂം പോകും. ഡ്രസ്സ് മാറ്റി നമ്മൾ ഇറങ്ങി വരികയാണ് ചെയ്യുക. നമ്മളിപ്പോൾ ഡ്രസ്സിങ് റൂമിൽ പോകുന്നുണ്ട്. ഡ്രസ്സിങ് റൂമിൽ പോകുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പായി പോകുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് എക്സ്പോസ്ഡ് ആക്കി ചെയ്യുക. നോ, വി ഡോണ്ട് ഡു ഓൾ ദിസ് തിങ്. കൂടുതൽ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം
ഒരു വുമണിനെ സംബന്ധിച്ച് അവളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അതിന് അവൾക്ക് കംഫോർട്ടബിൾ അല്ലാത്ത ഒരു വ്യക്തിക്ക് അവൾ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. സീരിയസ്ലി ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. അപ്പം ഈ ഒരു സാധനം കേട്ട സമയത്ത് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് എന്ന് വെച്ചാൽ ലിറ്ററലി ഷോക്ക്ഡ്. ഒരാണല്ല നീ, ഒരു പെണ്ണും അല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ, മനസ്സിലായില്ലേ? എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത് എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തു വിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തു വിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിൽ ഹെലൻ ലാസ്റ്റ് പറയുന്ന ഒരു സാധനമുണ്ട്, എന്താണ് ജാസിയുടെ അടുത്തൊരു സാധനം ഞാൻ ജാസിയിൽ കണ്ടിട്ടുള്ളത്. ജാസി മിക്ക ട്രാൻസ്ജെൻഡറുമായിട്ടും തെറ്റി കിടക്കുകയാണ്, ഉടക്കി കിടക്കുകയാണ്. തെറ്റും മിണ്ടും തെറ്റും അതൊക്കെ അറിയില്ല. നമ്മൾ ഈ തെറ്റും ഒക്കെ വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യനല്ലേ പിള്ള, ഇന്നല്ലേ നാളെ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മിണ്ടുന്നൊക്കെ വളരെ നല്ലതാണ്. ഈ ജാസി കുറ്റം പറച്ചിൽ ജാസിക്ക് ഭയങ്കര കൂടുതലാണ്. ആദ്യം ഈ ഹെയ്തി സാദിയനൊക്കെ വന്നിരുന്ന് ഭയങ്കര കുറ്റം പറഞ്ഞ്, പിന്നെ ഹെയ്തി സാദിയനെ മിണ്ടി. എന്തായാലും എല്ലാ ട്രാൻസ്ജെൻഡർമാർക്കും പണി കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ജാസി എന്തൊക്കെയോ ഹെലന് കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ഹെലൻ ഈ ടോപ്പിക്ക് ഇവിടെ വിടും, ഇല്ലെങ്കിൽ ഹെലൻ എതിർത്ത് പുറത്തിടും. ഓട്ടോമാറ്റിക്കലി ബാക്കി കുറേ ട്രാൻസിന് ഇത് ബാധിക്കും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം റീച്ചിലുള്ള ട്രാൻസ് ആയിരിക്കും. ഒരു ഹെയ്തി സാദിയ, തേയ, ശ്രുതിയൊക്കെ ഈ ലിസ്റ്റിൽ വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവരുടെ കഥയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്, ഇവർ നോക്കിയിരിക്കില്ല. ട്രാൻസ് ടീം ഫുൾ അങ്ങോട്ട് ഇളകും. ഓൾറെഡി ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് കേരളത്തിൽ കുറച്ച് അക്സെപ്റ്റൻസ് ഇപ്പോൾ കിട്ടി വരികയാണ്. കുറച്ചൊക്കെ നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ ഇതുമൊക്കെ ജനങ്ങളിങ്ങനെ മനസ്സിലാക്കി തുടങ്ങുകയാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അതിൽ കുറേ ഫേക്ക് മാനിപ്പുലേഷനൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയ അക്സെപ്റ്റൻസും കൂടെ നഷ്ടപ്പെടും. നമുക്ക് ഇവിടെ വളരെ കോമൺ ആയിട്ട് പറയാം, ഈ ലോകത്ത് ജീവിക്കാൻ അക്സെപ്റ്റൻസിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ ജീവിച്ചാൽ പോരെ. നമുക്ക് വെറും ഡയലോഗ് കേട്ടോ, വെറും ഡയലോഗാണ്. നമുക്ക് വേണ്ട അക്സെപ്റ്റൻസ് കിട്ടേണ്ട അടുത്ത് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടുക തന്നെ ചെയ്യണം, സപ്പോർട്ട് കിട്ടേണ്ട അടുത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടുക തന്നെ ചെയ്യണം. അതില്ലാതെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തോടു കൂടി വായടച്ച് പോയാൽ ഇതിവിടെ തീരും. മേ ബി എനിക്ക് തോന്നുന്നു ജാസി സൈലൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ജാസി വളരെ കോൺഫിഡൻ്റ് ഉള്ള ഗട്ട്സ് ഉള്ള ആളാണ്. ജാസി ഡെഫിനറ്റ്ലി വീഡിയോ ചെയ്യും. കാരണം നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ജാസിനെ കുത്തുന്ന രീതിയിൽ ഹെലൻ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്ര ധൈര്യവും ഗട്ട്സും ഉള്ള ആളാണ്. സ്വന്തം സൈഡിൽ ഒരു തെറ്റുമില്ലെങ്കിൽ ജാസിനെ അഗെയിൻസ്റ്റ് വീഡിയോ ഇടും. അല്ല, സ്വന്തം സൈഡിൽ തെറ്റുണ്ട്, പണി പാളി എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ജാസി ചിലപ്പോൾ നൈസായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കേസ് കൊടുക്കും. എന്നിട്ട് ഹെലനെ കൊണ്ട് ബാക്കി സംസാരിക്കാത്ത രീതിയിലാണ്. എന്താണെങ്കിലും കുറേ കാഴ്ചകൾ കാണാം ഇനി അങ്ങോട്ട് എന്നാണ് തോന്നുന്നത്. സോ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. കുറേ സംസാരിക്കണം, സൗണ്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട്, വയ്യ, അതുകൊണ്ട് ഇവിടെ അവസാനം ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.